വിശദമായി നോക്കാം. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമവായത്തിന് നീക്കം. കുട്ടിയുടെ രക്ഷിതാക്കളുമായി സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ചർച്ച നടത്തിയേക്കും. തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്ന് സ്കൂൾ മാനേജ്മെന്റിന് സഭ നിർദ്ദേശം നൽകി. സർക്കാർ സമവായ നീക്കം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് സഭയുള്ളത്. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകട്ടെ എന്നാണ് KCBCയുടെ നിലപാട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമിയിലേക്ക് എത്താം. എന്തായാലും സമവായത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. കുട്ടിയുടെ രക്ഷിതാക്കളുമായി മാനേജ്മെന്റ് ഇന്ന് ചർച്ച നടത്തിയേക്കും. തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയത് സഭ എന്നാണ് മനസ്സിലാക്കുന്നത്. ഹിജാബ് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകട്ടെ എന്ന് KCBCയും നിലപാടെടുക്കുന്നു. പരസ്യ പ്രതികരണത്തിലൂടെ ഇതര മതസ്ഥരെ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് തീരുമാനം. സാമുദായിക ധ്രുവീകരണത്തിന് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് വിലയിരുത്തൽ നടത്തുന്നു KCBC. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ച നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ സഭയുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, നമുക്കറിയാം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തൊട്ടാൽ പൊള്ളുന്ന ഹിജാബ് വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് പോലും അറിയാതെ ഇരട്ട സ്റ്റാൻഡ്, ഡബിൾ സ്റ്റാൻഡ് പിടിച്ച സർക്കാരിനെ നമ്മൾ കണ്ടു. ഇപ്പോഴിതാ സഭ ഒരു സമവായം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. സർക്കാർ ഒരു സമവായത്തിന് ശ്രമം നടത്തുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സ്കൂളും ഒരു സമവായ നീക്കം നടത്തുന്നു എന്ന് മനസ്സിലാക്കണമല്ലേ? അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ക്രൈസ്തവ സഭയിലെ ഉന്നതരായിട്ടുള്ള ചില സഭയിലെ തന്നെ ഉന്നതരായിട്ടുള്ള ചില വ്യക്തികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ അടക്കം സംസാരിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് ഈ വിഷയം ഇനിയും നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. പല രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സമുദായത്തിൽപ്പെട്ടവർ ഇതൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് മുതലെടുക്കുന്നുണ്ട്. ആ ഒരു സാധ്യത കണക്കിലെടുത്ത് ഇത് എത്രയും വേഗം ഒരു സമവായത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വിഷയം അവസാനിപ്പിക്കണം എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചതിനടക്കം ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഇനിയും മുന്നോട്ട് പോകേണ്ടതില്ല. ഈ ഹിജാബ് വിഷയം നിയമപരമായിട്ട് തന്നെ മാനേജ്മെന്റ് നിയമപരമായി തന്നെ മുന്നോട്ട് പൊക്കോട്ടെ. ഈ വിഷയത്തിൽ ഇനി ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കേണ്ടതില്ല, മാധ്യമങ്ങളോടക്കം പരസ്യമായി പ്രതികരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്കൂൾ മാനേജ്മെന്റിന് KCBC നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വിഷയം എത്രയും വേഗം പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഇപ്പോൾ സ്കൂളിലെ കുട്ടിയുടെ മാതാപിതാക്കളും ഒപ്പം മാനേജ്മെന്റിന്റെ PTA പ്രതിനിധികൾ ഇവരെല്ലാവരും ചേർന്നിരുന്ന ഒരു സമവായ ചർച്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഇന്നത്തോടുകൂടി തന്നെ ഏകദേശം അവസാനിപ്പിക്കാൻ തന്നെയാണ് മാനേജ്മെന്റും KCBCയും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു മുതലെടുപ്പായി കണക്കാക്കി, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്ക് പോലും പലരുടെയും പ്രതികരണങ്ങൾ അതിക്രമിച്ചു എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് KCBCക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണ്ട, നിയമപരമായിട്ടുള്ളത് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊരു കർശന നിർദ്ദേശം തന്നെയാണ് KCBC മാനേജ്മെന്റിനും നൽകിയിരിക്കുന്നത്. എന്തായാലും എന്താണ് ഇനി അടുത്ത നടപടി? സ്കൂൾ ഈ സമ്മതപത്രം നൽകാമെന്ന് ആദ്യവട്ട ചർച്ചയിൽ, അതായത് ഹൈബി ഈഡനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും തമ്മിൽ നടത്തിയ ചർച്ചയിലും കുട്ടിയുടെ മാതാപിതാക്കൾ അങ്ങനെ സമ്മതമാണ്, ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിലേക്ക് എത്തട്ടെ എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു തന്നെ നിന്നു, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തോട് അംഗീകരിച്ചു. പക്ഷെ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില പ്രസ്താവനയാണ് ഈ നിലപാടിൽ നിന്നും കുട്ടിയുടെ മാതാപിതാക്കളെ അടക്കം പിന്നോട്ട് വലിച്ചത് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് എന്തായാലും അന്തിമ തീരുമാനം കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റ് ആദ്യം സമ്മതപത്രം നൽകാമെന്ന് പറയുന്നു, പിന്നീട് അത് നിഷേധിക്കുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് അതിനു ശേഷം തന്നെയാണോ? അതല്ല എങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെ ഇടപെടൽ അതിൽ കാരണമായിട്ടുണ്ട് എന്ന് കരുതാമോ എന്ന വിമർശനം ഉയരുന്നുണ്ടോ നവമി?
ഭവ്യ, ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ തന്നെയാണ് ഇടപെടൽ ഉണ്ടായി എന്ന് തന്നെയാണ് പരക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ആദ്യം അങ്ങനെ ഒരു നിലപാടെടുത്തത്? അതായത് ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊരു നിലപാടിൽ മാതാപിതാക്കൾ എത്തിയിരുന്നു. പക്ഷെ പിന്നീട് എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിൽ നിന്നും മാറിയത്? വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശം മാത്രമാണോ ആ ഒരു തീരുമാനത്തിൽ നിന്നും കുടുംബത്തെ പിന്നോട്ട് വലിച്ചത് എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. അല്ല, ഇതിന് പിന്നിൽ ചില ബാഹ്യ ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയും വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ വിവാദമാക്കേണ്ടതില്ല. ഈ പ്രശ്നം ഒത്തുതീർക്കുന്നെങ്കിൽ അത് എത്രയും വേഗം തീർക്കട്ടെ. കാരണം ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നമായി, അല്ലെങ്കിൽ ഇതിനെ വലിയ രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കുന്നു എന്ന തരത്തിലുള്ള വലിയ പ്രചാരണമൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു പരസ്യ പ്രതികരണം, മാധ്യമങ്ങൾക്ക് പോലും ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം കൊടുക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം KCBC പോലും സ്കൂൾ മാനേജ്മെന്റിന് നൽകിയത് ആ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രി ആദ്യം നൽകിയത്, അതായത് കുട്ടിയെ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിലേക്ക് സ്കൂളിൽ കയറ്റിയില്ല അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ കയറ്റിയില്ല എന്നുള്ളൊരു തെറ്റായ കാര്യം വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചിരുന്നത് പോലും മാനേജ്മെന്റിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നടക്കാത്ത കാര്യത്തെ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ ഒരു വാർത്ത ആരാണ് നൽകിയത് എന്ന തരത്തിലൊക്കെ വലിയ ചർച്ച വരികയും ചെയ്തിരുന്നു. എന്തായാലും മാനേജ്മെന്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളെ പൂർണ്ണമായും തള്ളുകയാണ്. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യങ്ങളെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത് കോടതിയടക്കം സമീപിക്കാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടിയെ സ്കൂളിൽ കയറ്റിയില്ല എന്നുള്ളൊരു വാദം തെറ്റാണ്. ഒപ്പം കുട്ടി ആർട്സ് ഡേയിൽ ഉൾപ്പെടെ ഹിജാബ് ധരിച്ചെത്തിയത് ഉള്ള കാര്യങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം കോടതിയിൽ സമർപ്പിക്കാൻ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഭവ്യ, ഈ വിഷയം എന്തായാലും ഉടനെ തന്നെ ഒരു സമവായത്തിലെത്തും അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിലെത്തും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അവിടെ ആ പ്രശ്ന പരിഹാരത്തിന് സർക്കാർ എത്രമാത്രം ഇടപെടും എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്ന കാര്യം. പ്രത്യേകിച്ചും സർക്കാർ സമവായ നീക്കം നടത്തുമെന്നാണ് പ്രതീക്ഷ എന്ന് സഭ പറയുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യമാണ്, തൊട്ടാൽ കൈ പൊള്ളുന്ന വിഷയമാണ്. അപ്പോൾ ഇന്നലെ വരെ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് സർക്കാരിന് പോലും അറിയാത്ത സാഹചര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇരട്ട നിലപാട് നമ്മളിവിടെ ഈ വിഷയത്തിൽ കണ്ടതാണ്, ഒരു മലക്കമറിച്ചിൽ കണ്ടതാണ്. ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ആ ഒരു നിലപാട് മാറ്റം ഇനി സർക്കാർ ഈ വിഷയത്തിൽ ഒരു സമവായ നീക്കം നടത്തുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും നോമി? എന്തായാലും സർക്കാരും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇനി നിലപാടെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ക്രൈസ്തവ സഭയുടെ മതമേലധ്യക്ഷന്മാരുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രിയടക്കം ചർച്ച നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി ഇതിൽ ചില ഫോൺ സംഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ഈ വിഷയം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ഇരു കൂട്ടരും എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഒരു ചർച്ച നടത്തുവാനും സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വോട്ട് ബാങ്ക് എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ വലിയൊരു മത ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുന്നു. മറ്റ് മതസ്ഥരെ പോലും വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ എത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢാലോചന അത് പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ അതിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഈ വിഷയം വളച്ചൊടിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം സർക്കാരും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും ഒക്കെ എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നിപ്പോൾ ഒരു സമവായ ചർച്ചയൊക്കെ എത്തി നിൽക്കുക. ഭവ്യ, അതാണ് എന്തായാലും സർക്കാർ സമവായ നീക്കം നടത്തിയേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സഭ. എന്തായാലും ഹിജാബ് വിവാദത്തിൽ സമവായ നീക്കത്തിനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. കുട്ടിയുടെ രക്ഷിതാക്കളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തും. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.